നമുക്കൊക്കെ ഒരു സമ്മാനവുമായി ചാത്തന്നൂരിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ജീവിതത്തിൽ ഏറെക്കാലമായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച KK നിസാർ കടന്നു വന്നിരിക്കുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങളെ പലപ്പോഴായി കുറിച്ചിട്ട കുറിപ്പുകളെല്ലാം കൂടി ഒത്തുചേർത്ത് താക്കീത് എന്ന പുസ്തകവുമായാണ്. നിസാറിന്റെ ഈ പുസ്തകത്തിന്റെ പേര് താക്കീത് എന്നാണ്. നിസാർ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ടുള്ളതാണ്. ഒരു പച്ചയായ മനുഷ്യനാണ് നിസാർ. ഈ കവല ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായ സ്ഥലങ്ങളിൽ എന്ന പ്രധാനായ കവി പറഞ്ഞത് നിസാറിന്റെ ജീവിതത്തിൽ വളരെ സത്യസന്ധമാണ്. ഞാനും സദാനന്ദ സാറും ബാബുപ്പാക്കനാനും നിസാറും ഒക്കെ പാർട്ടി മെമ്പർഷിപ്പിനകത്ത് നിൽക്കുന്നതായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇവിടെ എത്തിയ ഇത്രയും സ്നേഹമുള്ള സഹോദരന്മാരെ, ഗുരുജനങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ പുതുവത്സര ദിനത്തിൽ നമുക്കൊരു പുതിയ ഗ്രന്ഥകാരനെ ഒരു കിട്ടുകയാണ്, മലയാള സാഹിത്യത്തിൽ ലഭിച്ചിരിക്കുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ട KK നിസാർ. KK നിസാറിനെ കുറിച്ച് പറയുമ്പോൾ ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ അവർ പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനെയാണ് എനിക്കറിയാവുന്നത്. കാലം ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങൾ അത് വൈകിക്കൂടാ, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചില സൂചനകൾ കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഒരു മുതലാളി തന്നെ വേണ്ടി വന്ന തൊഴിലാളികളുടെ പ്രശ്നം അവതരിപ്പിക്കുകയാണെന്ന് ലെനിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ ഒരുപാട് തൊഴിലാളികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, റൊട്ടിക്ക് വേണ്ടി ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ ടോൾസ്റ്റോയോട് ചോദിച്ചു, നിങ്ങൾ ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറയുകയും നിങ്ങളുടെ ഫാം ഹൗസിൽ ഇത്രയും പേര് കഷ്ടപ്പെടുകയും ചെയ്തതിനകത്തൊരു വൈരുദ്ധ്യമില്ലേ, ഒരു വിരോധാഭാസമില്ലേ, അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ ടോൾസ്റ്റോയ് പറഞ്ഞത്, ഞാനൊരു കൈചൂണ്ടി പലക മാത്രമാണ്, അതിലൂടെ സഞ്ചരിക്കുന്നവനല്ല. സത്യത്തിൽ ഈ കുപ്പായം ഊരി വെച്ചിട്ട് ഈ മനുഷ്യൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഈ മനുഷ്യൻ്റെ അകത്തുനിന്ന് ഒരുപാട് നല്ല സാധനങ്ങൾ വരും. അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ സുഖങ്ങളും നേരത്തെ ടീച്ചർ കൂടെ പറയുകയുണ്ടായി. ഒരു നോവലിൻ്റെ ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട കരട് രൂപം ഈ താക്കീത് എന്നില്ലാതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റാത്ത എന്താ? അദ്ദേഹം എഴുതാതിരിക്കുമ്പോഴത്തേക്ക് ഇല്ല നേതാവിന് അത് ബുദ്ധിമുട്ടാവുമോ, ഈ നേതാവിന് ഈ ബുദ്ധിമുട്ടാവും, എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? എത്ര കാലം ഈ ഭയം കൊണ്ടിരിക്കും? ഈ താക്കീത് തന്നെയാണ്.